മനുഷ്യന്റെ നെറ്റിത്തടങ്ങൾ വിയർക്കാൻ തുടങ്ങുകയാണ്. വിയർപ്പിന്റെ ഗണങ്ങൾ മനുഷ്യന്റെ നെറ്റിത്തടങ്ങളിലേക്ക് ഒരുമിച്ച് കൂടുകയാണ്. കണ്ണതാ മുകളിലേക്ക് പോവുകയാണ്. ശരീരങ്ങൾ വിറയ്ക്കാൻ തുടങ്ങുകയാണ്. ശരീരത്തിന്റെ ഭാഗങ്ങൾ വിയർക്കാൻ തുടങ്ങുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളത്തിലാണ്. കല്ലാ, ഈ ഭൂമിയിൽ എത്ര അഹങ്കരിച്ച് നടന്നവനും എത്ര ധിക്കാരിയായി കഴിഞ്ഞു പോയവനും സമ്പന്നതയുടെ മടിത്തട്ടിൽ പരിലസിച്ചവനും അള്ളാഹുവിന്റെ മലക്കങ്ങ് വന്നാൽ, അള്ളാഹുവിന്റെ തീരുമാനം എത്തിപ്പോയാൽ അവന്റെ ആത്മാവിനെ ശരീരത്തിന്റെ ഞാടി നരമ്പുകളിൽ നിന്ന് വലിച്ചൂരുകയാണ്. അവന്റെ കൈകാലുകൾ പരസ്പരം പിണയുകയാണ്. ഖുർആൻ എത്ര സുന്ദരമായിട്ടാ പറഞ്ഞത്. ഈ പള്ളിയുടെ ചാരത്ത് 2 മീസാൻ കല്ലുകൾക്ക് മധ്യത്തില് 2 മുല്ലപ്പൂ വള്ളികൾക്ക് മധ്യത്തില് അന്ത്യവിശ്രമം കൊള്ളുന്ന എത്രയോ കബറിന്റെ അവിടവാസികള്, കബറിന്റെ അകത്ത് കിടക്കുന്ന എത്രയോ ജനങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, മരണത്തെ അതിജയിച്ചവരാ, മരണത്തെ അതിജയിച്ചവരാ. ഒരു ദിവസം നമ്മളും മരിക്കേണ്ടി വരും. ഇത് ഓർമ്മപ്പെടുത്തുകയാണ് റഷ്യൻ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയ്. ഇതാണ് ആ കഥയുടെ കഥ. ഒരു ദിവസം മരിക്കേണ്ടി വരും, ഒരു ദിവസം മരിക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തെയും വെള്ളത്തുള്ളി പുതച്ചു കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിന്റെ ഹാളിലെങ്ങോട്ട് മലർത്തി കിടക്കുമ്പോൾ നമ്മുടെ ഭാര്യ വന്ന് നിലവിളിച്ച് കരയുകയാ, നമ്മുടെ മക്കൾ വന്ന് കരയുകയാ. നമ്മുടെ ഉമ്മ ആരും കാണാതെ വീട്ടിന്റെ അകത്തളത്തിൽ ഒരു റൂമില് അവിടത്തിന്റെ പരിശുദ്ധമായ മുഖം തലയിണയിൽ അമർത്തി വെച്ചിട്ട് വല്ലാതെ കരയുകയല്ലേ, വല്ലാണ്ട് കരയുകയല്ലേ. ഉമ്മയുടെ കരച്ചിലും ആരും കേട്ടില്ല. എന്റെ സഹോദരിമാര് കരഞ്ഞു, ഉമ്മമാര് കരഞ്ഞു. എല്ലാവരുടെയും കരച്ചിൽ കേൾക്കാതെ ഈ പാവപ്പെട്ടവരുടെ കൈകാലുകൾക്ക് ചലിക്കാൻ കഴിയുന്നില്ല, കണ്ണുകൾക്ക് ചലിക്കാൻ കഴിയുന്നില്ല, ഇവന്റെ ചെവികൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ കിടക്കുന്ന ഒരു നിമിഷത്തെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൂര്യൻ അസ്തമിച്ചിട്ടില്ലാത്ത മക്കയുടെ സാമ്രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് സർപ്പം വളഞ്ഞു പുളഞ്ഞു കിടക്കുന്നത് പോലെ മൺപാതകൾ നിറഞ്ഞ മദീനയുടെ തടാക ഭാഗത്തിരുന്നു കൊണ്ട് ലോകത്തിന്റെ മുത്തേ, ലോകത്തിന്റെ സന്തേ